യാത്രകൾ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര പോയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഏർവാടി ഇബ്രാഹിം ബാദുഷ ഉപ്പാപ്പയുടെ ഹളറത്തിലേക്കാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏർവാടിയിലേക്കാണ്. ഏർവാടിയിലേക്കുള്ള കവാടാണ് ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഏർവാടി ഇബ്രാഹിം ബാദുഷ ഉപ്പാപ്പ. പല ആളുകളും കേട്ടിട്ടുണ്ട്, പല രീതിയിലും ചരിത്രങ്ങളും, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മാറിയതായിട്ടൊക്കെ അല്ലേ. അള്ളാഹു അവിടെ എത്താൻ എല്ലാവർക്കും വിധി കൂട്ടി തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ നിന്നും റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടിയാണ് ഇബ്രാഹിം ബാദുഷ ഉപ്പാപ്പ. ചരിത്രം വളരെ വിശാലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നേരെ ഏർവാടിയിലേക്കല്ല. ഏർവാടിയിൽ നിന്നും കുറച്ചല്പം മാറിയിട്ട് അർക്കാസുമ്മ ബീബി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദിയുടെ ഹളറത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അർക്കാസുമ്മ ബീവിയെക്കുറിച്ച് പല ആളുകൾക്കും ആ പേരറിയാം, അർക്കാസുമ്മ എന്ന് പറയുന്നത്. പക്ഷേ അർക്കാസുമ്മ ബീവിയുടെ ശരിക്കുള്ള പേര് ആർക്കെങ്കിലും അറിയോ? പല ആളുകൾക്കും ശരിക്കുള്ള പേരറിയുക. അർക്കാസുമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ പേര് ആമിന ബീവി എന്നാണ് ശരിക്കും. ഇബ്രാഹിം ബാദുഷ ഉപ്പാപ്പയുടെ പെങ്ങളാണ്. മഹദി കിടക്കുന്നത് ഒരുപാട് ദൂരത്താണ്. അങ്ങനെ ഒരുപാട് ദൂരത്താവാൻ ഒരു കാരണമുണ്ട്. ഏർവാടിയിലേക്ക് ആദ്യമായിട്ട് സിയാറത്ത് വരുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും ചിലപ്പോൾ ഇവിടെ എത്തിക്കൊള്ളുന്നുണ്ടാവില്ല. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്കറിയാം. ഏർവാടി ഇബ്രാഹിം ബാദുഷ ഉപ്പാപ്പയുടെ അവിടെ ഹക്കീം ഡോക്ടർ അവിടെ, അതേപോലെ തന്നെ നമ്മുടെ ഹക്കീം ഡോക്ടർ അവിടെ, വാൽനോക്കം, അങ്ങനെ പല സ്ഥലങ്ങളും പല ആളുകളും പല രീതിയിലും പോകാറുണ്ട്. അർക്കാസുമ്മാൻ്റെ അവിടെയും ഒരുപാട് ആളുകൾ പോകാറ്. അവിടെ കേസ് എടുക്കുന്ന സ്ഥലമാണ്. ഒരുപാട് സിഹർ ബാത്തിലാകാൻ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ പാവപ്പെട്ട വിനീതന് ഒരു വലിയ അനുഭവമുണ്ട്. അത് ഞാൻ ഉമ്മയെക്കുറിച്ച് പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. രാത്രി ആയിട്ടുണ്ട്, ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വെയിലൊക്കെ ഒന്നിങ്ങനെ ആറി വരുന്ന സമയത്താണ് സാധാരണ ആ ദർഗയിലേക്ക് എത്താറുള്ളത്. ആ സമയത്ത് നല്ല രസമാണ് അവിടെ ഒന്ന് ഇരിക്കുക. കുറഞ്ഞ സമയം അവിടെ ഒന്ന് ഇരുന്ന് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി നന്നായിട്ട് ദുആ ചെയ്തിട്ട് ഒരു കിടത്തുണ്ട് അവിടെ മണലാണ്. ആ മണ്ണിലൊരു മുണ്ടൊക്കെ വിരിച്ച് ഞങ്ങളൊന്നിങ്ങനെ കിടക്കും. അപ്പോൾ എൻ്റെ കുറേ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ആടിന് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. ഇതല്ലല്ലോ, പോട്ടെ കുറച്ചുകൂടി പോട്ടെ. ആടിന് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ആടിന് ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോൾ കുറേ ആടുകളൊക്കെ ഉണ്ട് അവിടെ. ഈ മണ്ണിലിരുന്നിട്ട് കുറേ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആ മണ്ണിൽ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നും നമുക്ക്. അത് എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയണത്. പല ആളുകൾക്കും പല അനുഭവങ്ങളായിരിക്കും. ഇപ്പം എൻ്റെ കൂടെ വരുന്ന പല ആളുകൾക്കും, സെൽവങ്ങൾക്ക് തോന്നില്ല അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അല്ലേ ഒരു ക്ഷീണം വരാറില്ലേ? അവിടെ പോയി ഇരുന്ന് കുറച്ച് സമയം നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറയുമ്പോൾ ഒരു ക്ഷീണം ഇങ്ങനെ തോന്നും. ആ ക്ഷീണം എന്ന് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമല്ല, ഒരു മയക്കം, ഉറക്കം വരുന്നത് പോലെ. അവിടെ നമ്മളൊരു മുണ്ടൊക്കെ വിരിച്ച് അവിടെ തന്നെ ആ മണ്ണിലൊരു കിടത്തം. സുബ്ഹാനല്ലാഹ്, AC ഇട്ടിട്ട് നമ്മൾ റൂമിൽ കിടന്നാൽ പോലും അത്ര സുഖം കിട്ടൂല. അങ്ങനത്തെ ഒരു വല്ലാത്ത വൈബാണ്. പോട്ടെ തന്നെ റോഡ് കുന്നിന് വഴി അറിയോ? അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സ്ഥലമാണ് ഈ അർക്കാസുമ്മ ബീവി എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഉമ്മയുടെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ ഉറങ്ങി നീക്കുമ്പോൾ വലിയ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ കിട്ടുന്ന ഒരു സുഖവും സന്തോഷമൊക്കെ ആ ഉറക്കം കഴിഞ്ഞാൽ കിട്ടും. ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം ഓടി വരുന്നത്. മനസ്സമാധാനമുള്ള നമുക്കൊക്കെ വേണ്ടത്. അവിടെ കിടന്ന് ഉറങ്ങി ഒന്ന് നീക്കുമ്പോൾ എത്രയോ, ചിലപ്പോൾ നമ്മളൊരു അരമണിക്കൂറേ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, കൂടുതൽ സമയമൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാൽ തന്നെ ഒരു 4-5 മണിക്കൂർ ഉറങ്ങി എണീച്ചാൽ നമുക്കുണ്ടാവുമല്ലോ ഒരു ഫ്രഷ്നെസ്. ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് രാത്രിയിൽ അർക്കാസുമ്മ ബീവിൻ്റെ അവിടെ പോകുന്നത്. പകലിന്ന് എത്താൻ പറ്റിയില്ല. ഞങ്ങൾ യാത്രയുടെ ക്ഷീണവും അതുപോലെ തന്നെ ഞങ്ങൾ ടൈം ടേബിളൊക്കെ ഒന്ന് മൊത്തം തെറ്റിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം എത്താൻ പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് രാത്രി ആയിട്ടുണ്ട്, ഏകദേശം 8 മണി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് പോകുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്
അള്ളാഹു അവിടെ എത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഏർവാടി ഇപ്പാപ്പാൻ്റെ അവിടെ ശത്രുക്കളൊക്കെ വളഞ്ഞപ്പോഴേ ഒരുപാട് ശത്രുക്കൾ വളഞ്ഞ് അതിൽപ്പെട്ട ഒരുപാട് ആളുകൾ വധിക്കപ്പെട്ടു. ആ സമയത്താണ് അർക്കാസുമ്മ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഓടി രക്ഷപ്പെടുമ്പോൾ ഉമ്മാൻ്റെ ആകെയുള്ള നിയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിൽ ഒരു അന്യ പുരുഷർ തൊടാൻ പാടില്ല, ശത്രുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. ഒരാൾ പോലും എൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ പാടില്ല. യുദ്ധത്തിന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കുമോ എന്നുള്ള പേടിച്ചിട്ടല്ല, അതായത് ഒരു അന്യ പുരുഷർ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുമോ എന്നുള്ള പേടി. ആ പേടി കൊണ്ടാണ് ഏർവാടിയിൽ നിന്നും നമ്മളിപ്പോൾ ഇരിക്കുന്നത് അർക്കാസുമ്മ ബീവി റളിയല്ലാഹു അൻഹായുടെ ദർഗയുടെ പരിസരത്താണ്. ഈ കാണുന്നതാണ് അർക്കാസുമ്മ ബീവിയുടെ ദർഗ. ഇവിടെ വേറെ കുറേ ദർഗകളുണ്ട്, അവരുടെ ചരിത്രം നമുക്ക് പിന്നെ പറയാം. അർക്കാസുമ്മ ബീവി അവിടെ നിന്നും ഓടി രക്ഷയ്ക്ക് വേണ്ടി ഓടി വരികയാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ എന്നെ ഒരു മുസീബത്തിലും പെടുത്താതെ, ശത്രുക്കളെ കയ്യിൽ ഇന്നിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് അവിടുത്തെ പരിശുദ്ധിയെയാണ് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണത്. അവിടെ നിന്ന് ദുആ ചെയ്ത് അങ്ങനെ ഓടുന്ന സമയത്താണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മണൽത്തരി ഭൂമി ഉണ്ടല്ലോ, ഇത് പിളർന്നു, ഭൂമി പിളർന്നു, അതിലേക്ക് ബീവി ഇറങ്ങി ചെന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഇറങ്ങി ചെന്ന സമയത്ത് വസ്ത്രത്തിൻ്റെ കഷ്ണം, ബീവി ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കുറച്ച് ഭാഗം പുറത്തുണ്ടായിരുന്നു. അതായത് മണ്ണിപ്പോൾ നമ്മളിങ്ങനെ മണ്ണിലിങ്ങനെ എന്തെങ്കിലും സാധനം കുഴിച്ചിട്ടാൽ ബാക്കി കുറച്ച് സംഭവം പുറത്ത് കാണുമല്ലോ, എന്നതുപോലെ കുറച്ച് ഭാഗം പുറത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ആളുകൾക്ക് അർക്കാസുമ്മ ബീവി അവിടെ ഉണ്ട് എന്നുള്ളതും പിന്നീട് അവിടെ ഒരു മഖാമ് രൂപപ്പെട്ട് റെഡിയാക്കിയെടുത്ത് പിന്നെ അതൊരു ദർഗയായി മാറുന്നതും. ഇങ്ങനെയാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട്, ചരിത്രത്തിൽ പല ആളുകൾക്കും പല അറിവുകളാണ്. ഇതിൽ നിന്നും പല രീതിയിലും ചരിത്രങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ ചരിത്രം ഉള്ളത്. ഇവിടെ വലിയ കറാമത്താണ്, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അന്ന് ബസ്സിൽ ആളെ കൊടുന്നില്ലേ, അപ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും? 5 വർഷത്തിൻ്റെ ഏകദേശം കണക്കുണ്ട്. ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിൽ ഇങ്ങനെ ആളെ കൊടുന്നിരുന്നു, ടൂറിസ്റ്റ് ബസ്സിൽ. ഒരുപാട് ആളുകൾ പറയും, ഉസ്താദേ നമുക്ക് സിയാറത്ത് നിങ്ങളെ കൂടെ ഏർവാടിക്ക് വരുന്നത് പല ആൾക്കാരും പറയാറുണ്ട്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് എടുത്ത് ഇവിടെ വന്നു. അത് ഏറ്റവും വലിയൊരു അത്ഭുതം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബസ്സിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മൂക്കിൽ നിന്നും ബ്ലഡ് വരിക. ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ടൊന്നും വലിയ മാറ്റമൊന്നുമില്ല. ഒരുപാട് ആളുകൾ പല രീതിയിലും നോക്കിയതാണ്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് ചികിത്സക്ക് വന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഏർവാടിയിലേക്ക് പോവുകയാണ്, ഇൻഷാ അല്ലാ പോയി വന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷെ അവർ എൻ്റെ കൂടെ ഏർവാടിക്ക് വരാൻ താല്പര്യപ്പെട്ടു. എന്നാൽ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാ പോകാം എന്നുള്ള രീതിയിൽ ആ ഒരു ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അസുഖം മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്. ഒരു ചെറിയ പെൺകുട്ടിയാണ്, +2 ആണ് ഇപ്പോൾ പഠിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ആ പെൺകുട്ടി ഏർവാടി ദർഗയിലേക്ക് സിയാറത്തിന് വരികയും ഈ കാണുന്ന മണൽത്തരിയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ എത്തി. അന്ന് ഞങ്ങൾ ആ കാണുന്ന ഇവിടെ കുറേ മരങ്ങളുണ്ട്. ഈ മരങ്ങളുടെ ചോട്ടിൽ അന്നൊരു 50 ആളുകളുണ്ട്. ഈ 50 ആളുകൾ കൂടി ഞങ്ങൾ ഒരു മജ്‌ലിസ് നടത്തുകയാണ്. പല ആളുകൾക്കും പല അനുഭവങ്ങളും അതിലുണ്ടാവും. ചില ആളുകളെ ഇളകും, ചില ആളുകൾ പലതും പറയും, ചില ആളുകളുടെ അസുഖങ്ങൾ മാറും, ചില ആളുകൾക്ക് നിന്ന് ചൊല്ലാനും പറയാനും കഴിയാതെ ബുദ്ധിമുട്ടായിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. പക്ഷെ ആ മോള് ഞങ്ങളെ കൂടെ ഇവിടെ നിന്നിട്ട് സിക്റും സലാത്തൊക്കെ ചൊല്ലി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് പറയാം, അള്ളാഹുവേ ഈ കിടക്കുന്ന മഹദിയുടെ കറാമത്ത് കൊണ്ട് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ഒരു ഡോക്ടർമാർ നോക്കിയിട്ട് കാണാത്ത, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്ത് രോഗമാണോ എന്നറിയില്ല, എന്താണ് ഇത് ഇവിടുന്ന് മാറ്റം കിട്ടണമെന്ന്
ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളി, ദുആ ചെയ്തോളി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കുറച്ച് ഞാനിവിടുന്ന് പ്രത്യേകതരം ഓതാനൊക്കെ കൊടുത്ത് ആ കുട്ടി അതിൻ്റെ ചെറുകൻ്റെ അടുത്ത് നിന്ന് ഓതി, ഈ ഒരു ഭാഗത്തിൽ നിന്ന് അങ്ങനെ ഓതി. ഓത്തൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും സിയാറത്ത് കഴിഞ്ഞ് പോവുകയാണ്. പോയി കുറച്ചിങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഈ പെൺകുട്ടി പെട്ടെന്ന്, പെൺകുട്ടീൻ്റെ ഉമ്മ, ഉസ്താദേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. എന്തേന്ന് വെച്ചു, മോൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചു. ഉസ്താദ് എന്നെ അവിടുന്ന് ബാക്കിന്ന് ആ ഉമ്മ വിളിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, തോന്നുന്നു എന്നാണ് ആ കുട്ടി പറയണത്, വിളിച്ചു എന്നല്ല, വിളിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ്. പലപ്പോഴും നമ്മളെ തോന്നലുകളായിരിക്കാം ഒരു പക്ഷേ ശരിയാകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയുണ്ടെന്ന് നമുക്ക് തോന്നുകയാണല്ലോ, നമുക്കൊക്കെ തോന്നല, നമ്മളെ തോന്നലുകൾ, നമ്മളെ മൈൻഡിന് തോന്നുന്ന തോന്നലുകൾ പലപ്പോഴും ശരിയാവണം. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടിക്ക് ഈ ഉമ്മ വിളിക്കുന്നു, ബാക്കിന്ന് വിളിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരൂ, അവിടെ പോയിന്ന് കണ്ണടച്ചിരുന്നിട്ട് അവിടെ പോയി കുറച്ച് സമയം ഇരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി, ഞങ്ങളൊക്കെ പോകുമ്പോൾ ആ കുട്ടി ഇവിടെ വന്ന് കണ്ണടച്ച് കുറേ സമയം നിന്നു. അന്ന് ഞങ്ങൾ യാത്ര വരുന്ന സമയത്ത് ബസ്സിൽ നിന്ന് വരെ ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ എത്തി, ആ കുട്ടി ഇവിടെ കുറേ സമയം കണ്ണടച്ച് നിന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ കുട്ടി ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താണ് മോളെ. അപ്പം ഡയറക്റ്റ് കണ്ണടച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്യണ്, ആ കുട്ടിക്ക് അവിടെ നിന്ന് അത് എന്തൊക്കെയോ അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റൂല, പക്ഷേ ഇനി അസുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക തരം സ്വലാത്തും ദിക്റും ഒക്കെ എന്തൊക്കെ കുട്ടിക്ക് ചൊല്ലാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ പറഞ്ഞു മോളെ, എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞു. ഏതാണ്ട് അത് കഴിഞ്ഞ് പോയിട്ട് 5 വർഷം കഴിഞ്ഞു. ഇന്നേ വരെ ആ കുട്ടിക്ക് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ആ അസുഖം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പല തവണയായിട്ട് സ്വപ്നത്തിലൂടെ മനാമിൽ കാണാനും സംസാരിക്കാനും അള്ളാഹു വിധി കൊടുത്തു എന്ന് അവിടുന്ന് ആ കുട്ടി പറയപ്പെട്ടു. നമ്മൾ ചില ആളുകളിലേക്ക് വല്ലാതെ അടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. പല ആളുകൾക്കും ഒരുപാട് എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹൃദയം ആത്മാർത്ഥത കുറവായതുകൊണ്ടാണ്. ഇപ്പം നമുക്കൊക്കെ എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങളിപ്പോൾ എത്ര ഏർവാടിക്ക് എത്ര ടയറിന് 4, നിങ്ങളോ ഇപ്പോൾ ഒരുപാട് വർഷം, നിങ്ങൾ എത്ര കേട്ടോ? 3 കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഏർവാടി കാണുന്നത് എൻ്റെ കൂടെ വന്നിട്ടല്ലേ? ഇങ്ങനെ പല ആളുകൾക്കും പല അനുഭവങ്ങളാണ്. കുറേ തവണ വന്നവരുണ്ടാവാം, കുറച്ച് തവണ വന്നവരുണ്ടാവാം. ഏതായിരുന്നാലും ഇത് വല്ലാത്തൊരു മണ്ണാണ്. ഇവിടെ ഇപ്പം നല്ല കാറ്റാണ്. ഞങ്ങൾ പകലാണ് സാധാരണ വരാറുള്ളത്. എന്തോ ഒന്ന് രാത്രിയാണ് ഇവിടെ എത്തിയത്. പകലിനേക്കാൾ രാത്രി വല്ലാത്ത ഒരു അല്ലേ, ഭയങ്കര രസം. മാഷാ അല്ലാഹ്, നല്ല സുഖം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആഹത്ത്. ഇനി എന്താ ചെയ്യുക, ഈ ഒരു മുണ്ട് വിരിച്ച് ഇവിടെ കിടന്ന മാഷാ അല്ലാഹ്, ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ഭൂമി ഒന്ന് വന്ന് കാണണം. വല്ലാത്തൊരു അനുഭൂതിയാണ് ജീവിതത്തിൽ. നമ്മൾ എവിടെയൊക്കെ കാണാൻ പോകുന്നത് അല്ലേ, മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, പല സ്ഥലങ്ങളും നമ്മൾ അള്ളാഹിൻ്റെ ഭൂമി കാണാൻ പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പടപൊരുതിയ ഒരുപാട് ഷഹീദായി കിടക്കുന്ന മഹാന്മാരും മഹതിമാരാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ട് സിയാറത്തൊക്കെ ചെയ്ത് പോലെ വലിയ പുണ്യമാണ്, വലിയ ഫലമാണ്. നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വലിയ കാരണമാണ്. അള്ളാഹു എൻ്റെയും കൂടെയുള്ളവരുടെയും വീഡിയോ കാണുന്ന നിങ്ങളുടെവരും എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് വലിയ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തീർത്ത് അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും തന്ന് സാഹിര്യങ്ങളെ സിഹിറിനെ തൊട്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ വരുന്നത് ഏറ്റവും കൂടുതൽ സിഹിർ ബാധിച്ച ആളുകളാണ്. ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ വന്നുപെടുന്നത് സിഹിർ ബാധിച്ച ആളുകളാണ്. അത്തരം സാഹിര്യങ്ങളെ സിഹിറിനെ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഒരു ബലാല് മുസീബത്തിലും പെടുത്താതെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് നൽകട്ടെ. ഈ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക്, ഏർവാടിയെ സ്നേഹിക്കുന്ന, ഏർവാടിയിലെ മഹാന്മാരുമായിട്ട് കണക്ഷനുള്ള അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കും. കാണട്ടെ, ഇതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഏർവാടിയിൽ വന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഏർവാടിയുമായി കണക്ഷനുള്ളവരാവാം. പല അനുഭവങ്ങളും ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരിക്കലും മാറൂല എന്ന് കരുതിയൊരു രോഗം ഈ അർക്കാസുമ്മ ബീവി ഉമ്മയുടെ അടുത്ത് നിന്നാണ് മാറിയത്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും ഏർവാടിയെക്കുറിച്ച് അറിയുന്നവർക്ക്. നിങ്ങളുടെ ആ ഒരു വലിയ അനുഭവം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അനുഭവം ഇല്ലാത്തവർ ഏർവാടിയെക്കുറിച്ച് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ്
മനസ്സിലാകുന്നത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്, തോന്നുന്നത്? എങ്ങനെയാണ് ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവപ്പെടുന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ തീർക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ പതുക്കെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങും. രാവിലെ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.